അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ അടുക്കളത്തോട്ടത്തിൽ നൂറുമേനി വിളവ് വിശപ്പ് രഹിത ആശുപത്രി പദ്ധതിയുടെ ഭാഗമായാണ് ഉപയോഗശൂന്യമായി കിടന്ന സ്ഥലത്ത് പച്ചക്കറി കൃഷി നടത്തിയത്. കോതമംഗലം താലൂക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ നടപ്പാക്കി വരുന്ന വിശപ്പരഹിത ആശുപത്രി പദ്ധതിയുടെ ഭാഗമായുള്ള പച്ചക്കറി കൃഷിക്ക് നൂറുമേനി വിളവ്. കൃഷിവകുപ്പിന്റെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെയാണ് ആശുപത്രി വളപ്പിൽ തീർത്തും ഉപയോഗശൂന്യമായി കിടന്ന സ്ഥലത്ത് മണ്ണൊരുക്കി പച്ചക്കറി കൃഷി ആരംഭിച്ചത്. വെണ്ട, വഴുതന, തക്കാളി, പയർ, മുളക്, പടവലം തുടങ്ങിയവയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ സർക്കാർ ആശുപത്രിയിലെ കൃഷി തുടർന്നു കൊണ്ടുപോകാൻ കഴിയുമെന്ന് സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ പറഞ്ഞു. ഇവിടെ നമ്മൾ ആശുപത്രിയിൽ തന്നെ ഒരുക്കിയ അടുക്കളയിൽ പാകം ചെയ്യുന്ന ഭക്ഷണം പ്ലേറ്റുകളിൽ വിളമ്പി ബെഡ് സൈഡിൽ എത്തിക്കുന്ന പദ്ധതിയാണിത്. കോതമംഗലം പ്രദേശത്തെ വിവിധ NGOകളും സന്നദ്ധ സംഘടനകളും സ്കൂളുകളും വിവിധ വ്യക്തികളും എല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ്. അതുപോലെ പൊതുജനങ്ങളും അവരുടെ ബർത്ത്ഡേകളും മാതാപിതാക്കളുടെ ഓർമ്മ ദിനങ്ങളൊക്കെ ഈ ആശുപത്രിയിൽ ആഘോഷിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായി രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പദ്ധതിയും ഇതിന്റെ കൂടെയുണ്ട്. ഇതിനു വേണ്ടി ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആശുപത്രിയിൽ ഒരു അടുക്കളത്തോട്ടം നിർമ്മിക്കാൻ താല്പര്യപ്പെട്ടത്. അതിനുവേണ്ടി കൺസ്ട്രക്ഷൻ വേസ്റ്റ് ഒക്കെ കൂട്ടിക്കിടന്ന് തരിശായി കിടന്ന ഒരു 20 സെന്റോളം ഭൂമി നമ്മൾ വൃത്തിയാക്കി എടുത്തു. അവിടെയാണ് ഈ പച്ചക്കറി നട്ടിട്ടുള്ളത്. ഇവിടുന്ന് കിട്ടുന്ന പച്ചക്കറി നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും അതിൽ അധികമായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുക്കള ഉള്ളത് കൊണ്ട് തന്നെ ഈ അടുക്കളത്തോട്ടം പരിപാലിക്കാനും ഇതിന്റെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആശുപത്രിയിൽ നിന്ന് ഉപയോഗിക്കാനും കഴിയുന്നതുകൊണ്ട് ഇതിന്റെ ഒരു തുടർച്ച നമുക്ക് ഉറപ്പാക്കാനായിട്ട് കഴിയും. NSS ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 1982 SSLC ബാച്ച് സൗഹൃദത്തിന്റെയും UAE ആസ്ഥാനമായ പ്രവാസി കൂട്ടായ്മ ആശ്രയത്തിന്റെയും സഹായത്തോടെ നിർമ്മിച്ച പച്ചക്കറിത്തോട്ടത്തിന്റെ വിളവെടുപ്പ് ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ NAC അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.